Good morning, all. Today we are going to start our fourth module, Operation Planning and Control. Planning and control of operational functions are essential to every organization. In a modern industrial enterprise, production is a complex system and therefore steps must be taken to ensure that goods are produced in the most efficient way economically. Ensuring the production of qualitative goods at minimum cost is the major objective of operation planning and control. അപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷൻസിൻ്റെ പ്ലാനിങ്ങും കൺട്രോൾ എന്ന് പറയുന്നത് അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. മോഡേൺ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസിൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എൻഷുർ ചെയ്യണം. അതിനുള്ളൊരു മെത്തേഡാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ അതാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. Production planning. Operation planning is concerned with deciding in advance what is to be produced, when to be produced, where to be produced, and how to be produced. It involves foreseeing every step in the process of production so as to avoid all difficulties and inefficiency in the operation of the plant. It determines the requirements for materials, machinery, and manpower, establish the exact sequence of operations for individual item, and lays down the time schedule for its completion. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും വരും. വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, വെൻ അല്ലെങ്കിൽ വേർ ടു ബി പ്രൊഡ്യൂസ്ഡ്, ആൻഡ് ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് മുൻകൂട്ടി കണ്ട് അത് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ വരാൻ ചാൻസസ് ഉള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്താണ് മാക്സിമം എഫിഷ്യൻ്റായിട്ട്, അതായത് ഇന്നെഫിഷ്യൻസീസും ഡിഫിക്കൽട്ടീസും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ, ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മാൻ പവർ. അതിൻ്റെ ബേസിലാണ് നമുക്ക് എത്ര മെറ്റീരിയൽസ് വേണം, മെഷീനറി, ഫിനാൻസ് എത്ര വേണം, മാൻ പവർ എത്ര വേണം, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ്. It establishes the exact sequence of operations for each individual item and lays down the entire time schedule for its completion. അതായത് പ്രൊഡക്ഷനിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീൻ്റെ ഓർഡർ, സീക്വൻസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേണ്ടി വരുന്ന ടൈം ഷെഡ്യൂളും ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്. Next, objectives of production planning and control. First objective of operations planning and control is planning of resources. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. അത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് ഡിഫറെൻറ്റ് സോഴ്സസിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഓരോ ഇൻപുട്ടിൻ്റെ സോഴ്സ് അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് വരും, ക്വാളിറ്റിയിലും കോസ്റ്റിലും ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിസോഴ്സസ് എവിടെ നിന്നൊക്കെ, ഏതൊക്കെ ഇൻപുട്ട് നമുക്ക് വേണം, അത് എവിടെ നിന്നൊക്കെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. അതാണ് പ്ലാനിങ് ഓഫ് റിസോഴ്സസ്. ബിക്കോസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വരുന്നത്, അതേപോലെ കോസ്റ്റും വരുന്നത്. സെക്കൻഡ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് കുറച്ച് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമുക്കുള്ള മെഷീനറി, മെറ്റീരിയൽ, ഈ കാര്യങ്ങളുടെയൊക്കെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. തേർഡ്, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോവാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ വേണമെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, മെറ്റീരിയൽസ്, മെഷീനറിയുടെ പെർഫോമൻസ്, ഇതൊക്കെ സ്മൂത്തായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് ഹെൽപ്ഫുൾ ടു എൻഷുവർ എ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് മെറ്റീരിയൽസ് എല്ലാ സമയത്തും സ്റ്റോക്ക് വേണം, അല്ലെ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം.
നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് കോർഡിനേറ്റ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണം അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതേപോലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കുള്ളൂ. ഫിഫ്ത്ത്, ടൈംലി ഡെലിവറി. അതായത് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് ടൈംലി സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ പറ്റണം. ഇതും ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. 6, ബെറ്റർ കൺട്രോൾ. Production planning is the method of control. To achieve better control, planning is essential. നമുക്ക് നമ്മളെ പ്ലാന്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വരുന്ന ആക്ടിവിറ്റീസിലൊക്കെ ബെറ്റർ കൺട്രോൾ, നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? കറക്റ്റായിട്ടുള്ളൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരിക്കണം. സെവൻത്ത് ഒബ്ജക്റ്റീവ് ഒപ്റ്റിമം ഇൻവെൻട്രി. അതായത് നമ്മൾ ഗുഡ്സ് ഓവർ സ്റ്റോക്ക് ചെയ്താൽ നമുക്കത് ഒരുപാട് കോസ്റ്റ് കൂട്ടും അല്ലേ. നമ്മൾ സ്റ്റോക്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ ഇൻവെൻറ്ററി സ്റ്റോക്ക് കുറഞ്ഞു പോയാൽ അത് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാൻ കാര്യമാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കറക്റ്റ് നമുക്കൊരു പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാവും. ഓരോ സമയം എത്ര പ്രൊഡ്യൂസ് ചെയ്യും, എത്ര സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്യും, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള കറക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്റ്റിമം ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, 8th പോയിൻറ്റ്, ലോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. Production planning ensures minimum wastage of raw materials. Production is always undertaken as per schedule so that wastage of material can be avoided. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ വേസ്റ്റേജസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ വേസ്റ്റേജസ് ഓഫ് റോ മെറ്റീരിയൽസ് ഈസ് മിനിമം ആയിട്ട് മാത്രമേ വേസ്റ്റേജ് ഉണ്ടാവുള്ളൂ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങും കൺട്രോളും ഉണ്ടെങ്കിൽ. Next, high labor productivity. Labor productivity will increase as a result of effective production planning. Production planning ensures maximum utilization of labor force by providing adequate training and introducing other human development programs. അത് പ്രോപ്പറായിട്ടൊരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങും കൺട്രോളും ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കും. പിന്നെ അവരോരോ ദിവസമോ അല്ലെങ്കിൽ ഓരോ സമയത്ത് ചെയ്യേണ്ട ടാസ്കിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പം ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും. 10th, wider market. Production planning ensures production activities to conduct according to predetermined schedules so that products can be supplied to markets regularly without any delay. നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നെക്സ്റ്റ് മന്ത് 10th സപ്ലൈ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റ് വൈഡർ ചെയ്യാൻ പറ്റും. നമ്മുടെ മാർക്കറ്റിലുള്ളൊരു ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ചും കൂടെ വൈഡർ ആക്കാൻ പറ്റും. 11th, quality control. Quality control is an integral part of operations management. Production planning is useful to make plans to check quality of products at different stages of production and marketing. പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജസും ക്വാളിറ്റി ചെക്ക് നടത്തുക എന്നുള്ളത് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, ക്വാളിറ്റി കൺട്രോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. Last point, better work environment. Production planning is helpful in providing better work environment to the workers. Workers will be provided with both financial and non-financial benefits. വർക്കേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യലും പിന്നെ അതേപോലെ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി അവർക്ക് ഓർഗനൈസേഷനോടൊരു കമ്മിറ്റ്മെൻറ്റ് വരും. ആ രീതിയിൽ ഒരു ബെറ്റർ വർക്ക് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്.